അറ്റാക്കറായി. ഇവിടെ എന്താ സംഭവിച്ചത്? കേട്ടില്ല. ട്രാൻസിഷൻ. എന്ത് ട്രാൻസിഷൻ? ഫ്രം അറ്റാക്കർ ടു ഡിഫൻഡർ, ഫ്രം ഡിഫൻഡർ ടു അറ്റാക്കർ. ഇത് നാച്ചുറൽ ഫുട്ബോളിൽ സംഭവിക്കുന്നതല്ലേ? ട്രാൻസിഷൻ എന്ന് പറയുന്ന സംഭവം വരാറില്ല. അതായത് എപ്പോഴും ഡെഫൻഡ് എവിടെ ഏത് ഏരിയയിലാണ് എപ്പോഴും വരുന്നത്? സൈക്കിളാണോ, ഡിഫൻഡിലാണോ, മിഡിലാണോ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താ വരുന്നത്? കേട്ടില്ല. മിഡ് സോണിലാണ്, ഡെഫിനറ്റ്ലി മിഡ് സോണിലാണ്. ഇല്ലേ, കണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? മിഡ്ഫീൽഡേഴ്സാണ്. വൈ മിഡ്ഫീൽഡേഴ്സ്? ബോൾ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ബോൾ തിരിച്ചു മേടിക്കുന്ന ആരാ? നിങ്ങൾ പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ലേ? ബോൾ മേടിക്കുന്നവരായിരിക്കും. സ്റ്റോപ്പറിനടുത്ത് വരെ എത്തിക്കുക ബോളും ഇല്ല, ഡെഫിനറ്റ്ലി എത്തിക്കില്ല. അപ്പോൾ ട്രാൻസിഷൻ നമ്മൾ വർക്ക് ചെയ്തു. ആ ട്രാൻസിഷനകത്താണ് ഇനി ബാക്കി കാര്യങ്ങൾ. ഇനി എനിക്ക് എൻ്റെ ഡിഫൻസീവ്, എൻ്റെ മിഡ്ഫീൽഡർ, ഇവൻ്റെ ഈ ബോൾ കിട്ടി, ഇനിയിപ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്സ് ആണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന കണക്ക് ഞാൻ ഫീഡ് ചെയ്ത് വെക്കുക എൻ്റെ പ്ലേയേഴ്സിൻ്റെ അടുത്ത്. വാട്ട് ടു ഡു, ഇന്ന സിറ്റുവേഷനിൽ ബോൾ കിട്ടിയാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഇതാണ്. ഇപ്പോൾ എൻ്റെ ബോൾ കിട്ടുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്തോ ക്രിയേറ്റ് ഉണ്ട്. ഇവൻ്റെ ബോൾ കിട്ടി, ഓട്ടോമാറ്റിക്കലി പ്രഷർ വരത്തില്ലേ? പ്രഷർ വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ദേ കം നിയർ ബൈ. വാട്ട്